ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നാടൻ മട്ടൻ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിനായി ഒരു 5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചൂടാക്കുക. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ചൂടാക്കണം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ 300 ഗ്രാം മട്ടനാണ്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല, 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒരു 6 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാം. ഇനി അരപ്പിനായി തേങ്ങ വറുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം 1 മുറി തേങ്ങ എടുക്കുക. നിങ്ങൾക്ക് അളവിനനുസരിച്ച്, മട്ടൻ്റെ അളവിനനുസരിച്ച് തേങ്ങയിലും പിന്നെ നമ്മൾ ചേർക്കുന്ന പൊടികളിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്താം. നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഒരു ടീസ്പൂൺ മതിയായിരിക്കും, അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ലാസ്റ്റ് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി മിക്സാക്കുക. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ പാകത്തിന് അത് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ഇനി ഒരു ജാറെടുക്കുക, അതിലേക്ക് ചൂടാറിയ തേങ്ങ വറുത്തതിടുക. ഇനി ഇത് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തീയലിനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു പാകം മതിയായിരിക്കും. ഇപ്പം നന്നായിട്ട് തേങ്ങയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ പാത്രം എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ്, കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. ഇനി നമുക്ക് എടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്കതിൽ മാറ്റങ്ങൾ വരുത്താം. അത് 2ആയി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അപ്പോൾ ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് മതിയാവും, ഒത്തിരി കളറ് മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരത്തെ നമ്മൾ 6 വിസിലടിച്ച് ഇറക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. 6 വിസിലടിച്ചാലേ ഉള്ളൂ അത് അത്രയും നല്ല സോഫ്റ്റ് ആകുള്ളൂ. ഇതും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ച് അരപ്പെല്ലാം നന്നായി മിക്സായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.